തെരുവ് മക്കളുടെ പുനരധിവാസത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് ഗുരുവായൂർ സ്വദേശിയും പാലയൂർ സെന്റ് തോമസ് ഇടവകാംഗവുമായ ചിരിയങ്കണ്ടത്തിൽ ജേക്കബ്. പരിശുദ്ധ അമ്മയോടുള്ള നിരന്തരമായ ആശ്രയത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആ അമ്മയിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇടയായി. തനിക്ക് ലഭിച്ച ഈ അനുഭവങ്ങൾ ഇദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നു. എൻ്റെ പേര് ജേക്കബ് എന്നാണ്. എൻ്റെ വീട് ഗുരുവായൂർ കിഴക്കേനടയിൽ. ഭാര്യ, 2 മക്കൾ, ഒരു മോളും ഒരു മോനും. മോളുടെ പേര് ദീന എന്നാണ്. മോൻ്റെ പേര് എമ്മാനുവേൽ. എൻ്റെ ഇടവക പാലൂർ പള്ളിയാണ്, തോമസ്ലി തീർത്ത പള്ളിയാണ്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് മാതാവിനോടൊക്കെ ആയിട്ട് നന്നായി പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. കാലങ്ങളായിട്ട് ഞങ്ങൾ മാതാവിൻ്റെ ഭക്തരാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജോലി തയ്യൽ മെഷീൻ്റെ മെക്കാനിക്കാണ്. അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ തെരുവ് മക്കൾക്കായിട്ട് വേണ്ടി, ആരുമില്ലാത്തവർക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി അവരെടുക്കുക, ഓരോ ആശ്രമങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ നല്ല ശമരിയക്കാരൻ്റെ ഉപമയാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്. മാതാവിൻ്റെ ഒത്തിരി ഇടപെടൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പല തരത്തിലുള്ള വിഷമഘട്ടങ്ങളിലൊക്കെ മാതാവ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എനിക്കൊരു അപസ്മാര രോഗം ഉണ്ടായിരുന്നു. അതൊക്കെ മാതാവിൻ്റെ ഇടപെടലാണ് എനിക്ക് മാറിക്കിട്ടാനായിട്ട് കാരണമായി തീർന്നത്. ഒരുപാട് കാലം ആ രോഗമായിട്ട് നടന്നു. കുറേ ആശുപത്രികളിലും വൈദ്യന്മാരൊക്കെ അടുത്ത് പോയി ശുശ്രൂഷ നടത്തി. അതുകൊണ്ടൊന്നും രോഗം മാറിയില്ല. മാതാവിൽ അഭയം തേടിയപ്പോൾ, മാതാവിൽ ആശ്രയിച്ചപ്പോഴൊക്കെ ആ രോഗങ്ങൾ മെല്ലെ മാതാവിൻ്റെ മാതൃശക്തിയാൽ അതെല്ലാം മാതാവിൻ്റെ പ്രാർത്ഥനയോടുകൂടെ ഒക്കെ എടുത്തു മാറ്റി തന്നു എനിക്ക്. അങ്ങനെ ഞാനിപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യാതൊരു അപസ്മാരമായിട്ട് യാതൊരു അസ്വസ്ഥതകളൊന്നുമില്ല. ഇതെല്ലാം മാതാവിൻ്റെ ഇടപെടലാണ് മാറാനായിട്ടുള്ള കാരണമായത്. ഞങ്ങളെ ശുശ്രൂഷകളും അതുപോലെ ഞങ്ങൾക്ക് പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. മാനസിക രോഗികളൊക്കെ എടുക്കുമ്പോഴൊക്കെ പലരും പല ആക്ഷേപങ്ങളും പരദൂഷണങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ അനാഥരൊക്കെ എടുക്കുമ്പോഴൊക്കെ, മാനസിക രോഗികളൊക്കെ എടുക്കുമ്പോഴൊക്കെ പല അപരാധങ്ങളൊക്കെ പറഞ്ഞു വരുത്തി ഞങ്ങൾക്ക് വിഷമഘട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ടൊക്കെ ആ ശത്രുത അങ്ങനെ മാറിക്കിട്ടാറുണ്ട്. അതുപോലെ ഇതുപോലെ മാനസിക രോഗിയെടുത്തപ്പോൾ മാനസിക രോഗിനെ കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് കാണാതായി. അവരുടെ ബന്ധുക്കൾ വന്ന് അതിനെ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന സ്ഥലത്ത് ഒരു ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കിയിട്ടുണ്ട്, അവിടെ പോയാൽ അയാൾ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെന്ന് നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. അങ്ങനെ ജനങ്ങൾ ഇവർക്കെതിരെ ഇവരോട് പറഞ്ഞു, ഇത് കിഡ്നി എടുക്കാൻ കൊണ്ടുപോയേക്കാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി. അങ്ങനെ ഈ മാനസിക രോഗികൾക്ക് 2.5 മാസക്കാലത്തിന് ശേഷം ഇയാളിനെ കണ്ടുകിട്ടുന്നത്. അതെല്ലാ ദിവസവും മാതാവിനോടുള്ള പ്രാർത്ഥന, ഈ കാണാതായ
ഈ മനുഷ്യനെ ഒന്ന് കാണിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇത് കോടതിയിലേക്ക് കയറാൻ നിൽക്കുന്ന തലേ ദിവസമാണ് ഈ കാണാതായ മാനസിക രോഗിനെ കിട്ടിയത്. 2.5 മാസക്കാലം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മാനസിക രോഗിനെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ അവരെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രയാസങ്ങളിൽ വഴി നടത്തുന്ന പരിശുദ്ധ അമ്മയെ ഈ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ജോലി ഇല്ലാതിരുന്ന അവസരത്തിലൊക്കെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്കൊരു ജോലി, സ്ഥിരമായിട്ടൊരു ജോലി മാതാവ് സംഘടിപ്പിച്ചു വന്നു. തയ്യൽ മിഷൻ്റെ മെക്കാനിക്കാണ് ഞാൻ പഠിച്ചിരിക്കുന്ന ജോലി. ഒത്തിരി നാൾ ജോലി ഇല്ലാതിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ജോലി മാതാവിൻ്റെ സഹായത്താൽ ഞങ്ങൾക്ക് ജോലി ലഭിക്കുന്നുണ്ട്. അന്നാണ് ജീവിച്ചു പോകാനുള്ള മാർഗമൊക്കെ ആ ജോലി കൊണ്ട് ഞങ്ങൾക്ക് ശരിയായി കിട്ടുന്നുണ്ട്. മാതാവിൻ്റെ ഒത്തിരി ഇടപെടൽ മൂലം ഞങ്ങൾക്ക് ജോലിയൊക്കെ ശരിയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിവാഹം കഴിക്കാനായിട്ട് മാതാവിനോട് ഞാൻ ആലോചിച്ചു. എനിക്കൊരു അനുയോജ്യമായ ജീവിത പങ്കാളിയെ, ദൈവഭക്തിയുള്ളൊരു ജീവിത പങ്കാളിയെ, എൻ്റെ ജോലിക്ക് അനുസൃതമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയൊക്കെ നൽകണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇത് ദൈവഭക്തിയുള്ള ഒരു ജീവിത പങ്കാളിയെ അവിടുന്ന് പ്രദാനം ചെയ്തു മാതാവ്. അതുപോലെ എൻ്റെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള ഒരു ജീവിത പങ്കാളി, തയ്യൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഒരു മകളെ ഭാര്യയായിട്ട് മാതാവിൻ്റെ മാധ്യശക്തിയാൽ ഞങ്ങൾക്ക് ലഭിച്ചു. ഇപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. മാതാവിൻ്റെ ഇടപെടൽ ഈ വിവാഹത്തിനോടനുബന്ധിച്ച് അതുപോലെ ഞങ്ങളെല്ലാ കാര്യങ്ങളിലും മാതാവ് ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ സുഖമായി മുന്നോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും മാതാവ് ഞങ്ങൾക്ക് നടത്തി തരുന്നു. ഇതുവരെ ഒരു കാര്യങ്ങളും ഉപേക്ഷിച്ചായിട്ട് കേട്ടിട്ടില്ല. ഇന്ന് വരെ എല്ലാം ഞങ്ങൾക്ക് മാതാവ് റെഡിയാക്കി തന്നിട്ടുണ്ട്. അതുപോലെ മകളുടെ വിവാഹപ്രായമൊക്കെയായി വിവാഹം ആലോചിച്ച് വരുമ്പോഴൊക്കെ വളരെ പ്രയാസമായിരുന്നു. എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കും, യാതൊരു നിവൃത്തിയില്ല. ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും, മകളുടെ വിവാഹം എങ്ങനെ കഴിച്ചു കൊടുക്കും മാതാവേ. എല്ലാ ദിവസവും കൊന്തയിലൊക്കെ മാധ്യസ്ഥം തേടും. അനേകം യുവവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിവാഹം ഉറപ്പിക്കുമ്പോഴൊക്കെ യാതൊരു പൈസയും എൻ്റെ കയ്യിലില്ല. മാതാവേ ഇതെങ്ങനെ നടത്തി കിട്ടും എന്നായിരുന്നു പ്രാർത്ഥന. അവിടുന്ന് മാതാവ് ഇടപെട്ട് പല സ്നേഹിതന്മാർ വഴി, അച്ഛന്മാരും അതുപോലെ സിസ്റ്റേഴ്സ് വഴി അങ്ങനെ മകളുടെ വിവാഹം മാതാവിൻ്റെ മാധ്യസ്ഥയിൽ ഭംഗിയായിട്ട് നടന്നു. അതുപോലെ മകൾക്ക് പ്രസവ സമയം എടുത്തു. മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഓപ്പറേഷനൊന്നും കൂടാതെ നല്ലൊരു സുഖപ്രസവത്തിനായിട്ട് പ്രാർത്ഥിച്ചു. അതും മാതാവ് വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തി തന്നു. നല്ലൊരു ആൺകൊച്ചിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിൽ നിന്ന് മാതാവ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇതുവരെ മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്. ഭൗതിക മേഖലകളിൽ അമ്മ ഇടപെട്ട അനുഭവങ്ങളും നിരവധിയുണ്ട് ഈ ജീവിതത്തിൽ. അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ സഹായത്തിനായി കടന്നു വരുന്ന ഈ അനുഭവങ്ങൾ
നമുക്കും ഒരു മാതൃകയാണ്. ഞങ്ങൾക്ക് ഒരു പഴയൊരു വീടാണ് ഉണ്ടായിരുന്നത്. ഭിത്തിയൊക്കെ പൊട്ടി, ഓടൊക്കെ പൊട്ടിയതും കഴുക്കോലൊക്കെ മുറിഞ്ഞതൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊരു വീട് ഉണ്ടാവാനായിട്ട് മാതാവിനോട് നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ പഴയ വീടിൻ്റെ ചുറ്റുപാടും ജെറിക്കോ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് വികാരിയച്ഛൻ കയറി വന്നു വീട് വെഞ്ചരിപ്പിനായിട്ട്. അപ്പം അച്ഛൻ ചോദിച്ചു, എങ്ങനെയാണ് ഇതിൽ ഈ വീട്ടിൽ കിടന്നുറങ്ങണേ? ഞാൻ പറഞ്ഞു, ഇതിലും കഷ്ടപ്പാടിനാണ് നമ്മൾ ഉണ്ണിയും വിഷയ കാലിത്തൊഴുത്തല്ലേ വന്ന് പിറന്നത്, അതിലും വലിയ കുഴപ്പമൊന്നുമില്ല വീടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, ഓടൊക്കെ തലയ്ക്ക് വീഴുമ്പോൾ നന്നാവും എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ വീടൊക്കെ വെഞ്ചരിച്ച് അങ്ങനെ പള്ളിയിലേക്ക് പോയി. ദിവസം മാതാവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ വികാരിച്ച മുഖാന്തരം തന്നെ ഞങ്ങൾക്കൊരു വീട് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടാക്കി തന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം താമസിക്കാനുള്ളൊരു വീട്. അതുപോലെ വീടിൻ്റെ തറ മാന്തി കെടുക്കുന്ന സമയത്ത് വലിയൊരു മഴക്കാർ വന്നു. ആ മഴ ശരിക്കും പെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ആ വീടിൻ്റെ തറയൊക്കെ തൂർന്നു പോകും. അപ്പോൾ ഞങ്ങളെല്ലാവരും തറയിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചു മാതാവിനോട്, ഈ മഴ ഇവിടുന്ന് മാറി പെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മാതാവിനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മഴ ഇവിടെ ഒരു ചെറിയൊരു സ്പ്രേ ചെയ്ത് അങ്ങോട്ട് പോയി. വലിയ ആപത്തൊന്നും ഉണ്ടായില്ല. അങ്ങനെ വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് ഈ വീട് പണിയാനായിട്ട് പലതരത്തിലും അനുഭവങ്ങളുണ്ടായി. മാതാവിൻ്റെ സഹായത്തിൽ പലരുടെ സഹായങ്ങളൊക്കെ ലഭിച്ചു. നല്ലൊരു വീട് ഞങ്ങൾക്ക് മാതാവ് മുഖാന്തരം പണിത് കിട്ടി. അതുപോലെ വീടിൻ്റെ വഴി ശരിയല്ലായിരുന്നു. വീടിൻ്റെ വഴി കിട്ടാനായിട്ട് ഇതേമാതിരി പ്രാർത്ഥിച്ചു. അപ്പോൾ അടുത്തുള്ള വീട്ടുകാർ സ്ഥലം വിറ്റ് പോവുകയാണ്. അപ്പോൾ അവരോട് ചെന്ന് സ്ഥലം ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ വഴിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഞങ്ങൾക്ക് നൽകി. അങ്ങനെ എല്ലാം മാതാവിൻ്റെ സഹായത്തോടു കൂടെ ഞങ്ങൾക്ക് നല്ലൊരു വീടും വഴിയും എല്ലാം വളരെ കറക്റ്റ് ചെയ്ത് കിട്ടിയൊക്കെ. ഇപ്പോൾ വളരെ സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. മാതാവിനോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. എപ്പോഴും മാതാവിനോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്നേ വരെ ഞങ്ങൾക്ക് സാധിച്ചു വന്നിട്ടുണ്ട്. ഒത്തിരി അധികം അപകടത്തിൽ നിന്നൊക്കെ മാതാവ് ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ഞാനും ഭാര്യയും മക്കളൊക്കെ കൂടി ഒരു ബൈക്കുമേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഫ്രണ്ടിൽ പോയിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ അത് ചെന്ന് തട്ടി ഞങ്ങൾ 4 പേരും കൂടി വീണു. പക്ഷെ ഒരു ചോരത്തുള്ളി പോലും ഞങ്ങളിൽ നിന്ന് വന്നില്ല. അത്രയ്ക്കധികം മാതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ ഇതേമാതിരി മരിച്ചൊരാളിനെ കാണാൻ പോയപ്പോൾ ആ ആളുടെ വീട്ടിലേക്ക് തിരിയാനടുത്ത് വെച്ചിട്ട് ബാക്കിൽ ഞങ്ങളെ ബൈക്കിൻ്റെ ബാക്കിൽ വന്ന് വേറൊരു ബുള്ളറ്റ് വന്ന് ഇടിച്ച് അങ്ങനെ താഴെ വീണു. അതിന്നും മാതാവ് നമ്മളെ സംരക്ഷിച്ചു. ഒത്തിരി അപകട മേഖലകളിൽ നിന്നൊക്കെ മാതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഓട്ടോറിക്ഷയായിട്ട് പോകുമ്പോൾ അതേമാതിരി അപകടം പറ്റിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴൊക്കെ എവിടെയൊക്കെ പോകുമ്പോഴൊക്കെ മാതാവിൻ്റെ കൊന്ത ചൊല്ലിയിട്ട് ഞങ്ങൾ പോവാറ്. മാതാവിനോട് സംരക്ഷണം ചോദിച്ച് മാതാവിനോട് പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് എല്ലാ യാത്രയിലും ഞങ്ങൾ കൊന്ത ചൊല്ലിയിട്ടാണ് പോവാറ്. അങ്ങനെ ആ മാതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഇന്നേ വരെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി അനുഭവങ്ങളാണ് മാതാവിൻ്റെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുമ്പോഴൊക്കെ അതുമാതിരി ജോലി ഇല്ലാതെ വരുമ്പോൾ ഞങ്ങൾക്ക് വഴിമുട്ടി നിൽക്കുന്ന ആ അവസരങ്ങളൊക്കെ വരുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങൾ, ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതൊക്കെ മാതാവിൻ്റെ ആ ഒരു പ്രാർത്ഥനയിലാണ് ഞങ്ങൾക്ക് ഇതൊക്കെ മാറിക്കിട്ടുന്നത്. ഒത്തിരി സംരക്ഷണം മാതാവിൻ്റെ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമൊക്കെ അനുഭവപ്പെടുമ്പോഴൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോഴൊക്കെ മാതാവിൻ്റെ സംരക്ഷണം
ഇഷ്ടംമാതിരി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്.